റബ്ബർ ബോർഡ് എന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ വ്യവസായം, അതിൻ്റെ ഉൽപ്പന്നം, അതാണല്ലോ കർഷകരുടെ പ്രശ്നങ്ങൾ. അതാണ് പ്രധാനമായിട്ട് ഉന്നയിച്ചു. ഞാൻ റബ്ബർ ബോർഡ് മെമ്പറായിരുന്നു കഴിഞ്ഞ 3 വർഷം, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ റബ്ബറിൻ്റെ അനന്ത സാധ്യതകൾ മറ്റ് സംസ്ഥാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് നന്നായിട്ട്. അതിനേക്കാൾ ഉപരി റിസർച്ച്, അതുപോലെ തന്നെ അത്തരത്തിൽ റിസർച്ചാണ് ഏറ്റവും പ്രധാനം. റബ്ബർ ബോർഡിൻ്റെ റിസർച്ച്, പുതിയ പദ്ധതികൾ, പുതിയ തീരുമാനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മൾ, പ്രത്യേകിച്ച് കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. പിന്നെ അത്തരം വാണിജ്യത്തിനേക്കാൾ ഉപരി മറ്റ് ശാസ്ത്രലോകത്ത് അടക്കം ഏറ്റവും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ കർഷകർക്ക്, പ്രത്യേകിച്ച് കർഷകർക്ക് വ്യവസായവും കർഷകരുമുണ്ട്. കർഷകരെ പ്രധാനമായിട്ട് സഹായിക്കുക എന്നുള്ള നിലയിലാണ് അതിൻ്റെ ജോലിക്കാർ, അതുപോലുള്ള ആളുകളെ അവർക്ക് സഹായം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായി ഞാൻ മുന്നോട്ട് വെക്കുന്ന. ഞാനത് ബോർഡിൽ കഴിഞ്ഞ 3 വർഷമായി പുതിയ നമുക്കെന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കാൻ പറ്റും, ഇതിൻ്റെ തടി പ്രോസസ്സിങ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒത്തിരി വളരെ അനന്ത സാധ്യതയുള്ള ഒരു മേഖലയാണ് റബ്ബർ എന്ന് പറയുന്നത്. അത് ഈ കേരളത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായും. കാരണം എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനമായ എൻ്റെ മനസ്സിലുള്ള, അല്ലെങ്കിൽ എൻ്റെ ഒരു മുന്നിൽ വരുന്ന പ്രയോറിറ്റി എന്ന് പറയുന്നതായിരിക്കും. കർഷകരായിരിക്കും പ്രധാനമായും. റബ്ബർ ബോർഡ് ആസ്ഥാനമേ അത് അവിടുന്ന് തന്നെ മാറിപ്പോകുമെന്നുള്ളൊരു ചർച്ചയുണ്ടായിരുന്നു. ആസ്ഥാനം ചിലപ്പോൾ അവിടുന്ന് ഇല്ലാതാകുമെന്നുള്ളൊരു വലിയ ആശങ്ക കർഷകർക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർനിലപാട് കണ്ടുപിടി എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഒരു പത്രസമ്മേളനത്തിൽ ഒരു 3-4 തവണ മെമ്പറായിരുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പ്രധാനപ്പെട്ട പാർലമെൻറ്റിൽ ഈ വിഷയം അംഗങ്ങൾ ഉന്നയിച്ചപ്പോൾ മന്ത്രി തന്നെ ഈ വിഷയം അവിടെ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രധാനമന്ത്രി, നമുക്കറിയാം, പ്രധാനമന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ കേരളത്തിനോട്, റബ്ബർ കർഷകരോട് കാണിച്ച ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ടാണ് ഈ റബ്ബർ ബോർഡ് ചെയർമാൻ സ്ഥാനം കേരളത്തിന് ലഭിച്ചു. അത് എനിക്ക് ലഭിച്ചു എന്നുള്ളതല്ല, കേരളത്തിന് ലഭിച്ചു എന്നുള്ളത്. അതുമാത്രമല്ല, 72% നാച്ചുറൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ആ കേരളത്തിൽ വേണം എന്നുള്ളത് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ, ആ കാര്യം ഞാൻ ഒളിച്ചു വെക്കുന്നില്ല, സംസ്ഥാന അധ്യക്ഷൻ ശക്തമായി തന്നെ കേരളത്തിലെ കർഷകർക്ക് ഉന്നമനം ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് ഇത് വേണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ശക്തമായ ഇടപെടലാണ് റബ്ബർ ബോർഡ് സ്ഥാനം കേരളത്തിന് ലഭിച്ചത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. ഒരിക്കലുമില്ല. ഇതെങ്ങനെ അത് ഞാൻ പറഞ്ഞില്ല, അത് പാർലമെൻറ്റ് രേഖകളിലുള്ളതാണ്. ഇപ്പോൾ തന്നെ കോട്ടയത്ത് നിന്നുള്ള ഒരാളെ തന്നെ ചെയർമാനാക്കിയതോടുകൂടി കോട്ടയത്തെ ഓഫീസ് എന്നുള്ള നിലയിൽ ഒരു കാരണവശാലും ഞാൻ അന്ന് മന്ത്രി തന്നെ പറഞ്ഞു, അങ്ങനെ ഒരു ചിന്തയില്ല, അത് അവിടെ തന്നെ നിലനിൽക്കും, യാതൊരു സംശയവുമില്ല എന്ന് വളരെ വ്യക്തമായി അടിവരയിട്ട് ഞാൻ തന്നെ 2-3 തവണ ഈ വിഷയത്തിൽ അടിയന്തര ശ്രദ്ധയിൽപ്പെടുത്തി തന്നെ ഈ വിഷയം മാധ്യമങ്ങളുടെ മുമ്പിലും പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനല്ല, ഇത് നേരത്തെ IRS അതുപോലെ തന്നെ IPS ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ള ആളുകളായിരുന്നു കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. അത് മാറ്റി ഈ കഴിഞ്ഞ ടേമിലാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ കൊൽക്കട്ടയിൽ നിന്നുള്ള ഡോക്ടർ സാവർ ധനാനിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം അല്ലല്ല, സാവർ ധനാനിയ ചെയർമാൻ തന്നെയായിരുന്നു. അതിനുശേഷം താൽക്കാലിക ചുമതലയായിട്ട് റബ്ബർ ബോർഡിൻ്റെ ഒരു ക്യാബിനറ്റ് അതില്ലെങ്കിൽ ആ തരത്തിൽ ചുമതല വഹിക്കുന്ന ആൾക്കാരായിരുന്നു അവിടെ ഇപ്പോൾ താൽക്കാലിക ചുമതല കൊടുത്തിരുന്നത്. അപ്പോൾ അതിനുശേഷം കേരളത്തിൽ നിന്ന് ആദ്യമായി IAS അല്ലെങ്കിൽ IPS കഴിഞ്ഞ് കിട്ടുന്ന ഒരു പദവിയാണ് ഇപ്പോൾ ചെയർമാൻ എന്നുള്ള നിലയിൽ വന്നിരിക്കുന്നത്. അല്ല, എങ്ങനെ ഒരു അത്തരത്തിൽ ആ ഒരു സ്ട്രക്ചറാണല്ലോ നമുക്കറിയാം. പഞ്ചായത്ത് നേരത്തെ അങ്ങനെയല്ല, പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡന്റ്, ആ രീതിയിലുള്ള ഒരു ഭരണം ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ റബ്ബർ ആക്ട്, റബ്ബർ ബില്ല്, ഇനി നിങ്ങളുടെ അടുത്ത ഏറ്റവും വലിയ കോളിളക്കം ഈ കേരളത്തിലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ കേരളത്തിൽ തന്നെ തരാനുള്ള കാര്യം വെച്ചാൽ റബ്ബറിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മുന്നണികളും ഇലക്ഷൻ്റെ സമയത്ത് റബ്ബറാണ് മുന്നോട്ട് വെച്ചത്. നമുക്കറിയാം, മലയോര മേഖലയിലാണെങ്കിലും മധ്യ കേരളത്തിലാണെങ്കിലും റബ്ബറാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇനി വരുന്ന ഇപ്പോൾ നമ്മൾ റബ്ബർ ആക്റ്റാണ്. ഇത് 1947 നമ്മൾ ഉണ്ടാക്കി. നമുക്കറിയാം എത്രയോ ബില്ലുകൾ അമെൻമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ കർഷകർക്കും പ്രത്യേകിച്ച് ഇപ്പോൾ റബ്ബർ ബോർഡിനെ സംബന്ധിച്ച് വാണിജ്യ മേഖലകളിൽ ഇടപെടാനുള്ള ഒരു നിയമം അതിനകത്ത് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കൂടി റബ്ബർ ബില്ല് ഈ കർഷകരെ യാതൊരു വിധത്തിലും സ്വാധീനിക്കാതെ റബ്ബർ ബില്ല്
പാസ്സാകുന്നതനുസരിച്ചിട്ട് കൂടുതൽ ചുമതലകൾ റബ്ബർ ബോർഡിലേക്ക് വരാൻ പോവുകയാണ്. പുതിയ ഒരു സ്ട്രക്ചർ തന്നെ റബ്ബർ ബോർഡിലേക്ക് വരാൻ പോവുകയാണ്. അത് ഈ കർഷകർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുസമൂഹത്തിനും ബാക്കിയുള്ള റബ്ബർ ഉള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ റബ്കോ അടക്കമുള്ള മേഖലകളുണ്ടല്ലോ, അപ്പോൾ അവരുമായിട്ടുള്ള സഹകരണം എങ്ങനെയായിരിക്കും? 100%. കാരണം റബ്കോയുടെ ഒരു അംഗമാണ് റബ്ബർ ബോർഡ് ചെയർമാൻ. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഉള്ള അത് ഓഫീസിൽ നോക്കിയാൽ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുക. റബ്ബർ മേഖല ഞാൻ സൂചിപ്പിച്ചല്ലോ, അത് ഇന്ന മേഖല എന്നുള്ള റബ്ബർ ബോർഡ് ചെയർമാൻ എന്നുള്ള നിലയിൽ കേരളത്തിൽ നിന്നല്ല റബ്ബർ മേഖലയിലെ എല്ലാ വിഷയങ്ങളിലും എങ്ങനെയൊക്കെ ആളുകളെ, സാധാരണക്കാരനെ അല്ലെങ്കിൽ തൊഴിലാളികളെ, കർഷകരെ, വ്യവസായികളെ എല്ലാവരെയും ചേർത്തുകൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത മാത്രമായിരിക്കും. അതിനകത്ത് രാഷ്ട്രീയ യാതൊരു വ്യത്യാസവും കാണിക്കാതെ തന്നെയുള്ള ഇടപെടലുകളുണ്ടാവും. ഇപ്പോൾ നമുക്ക് നിലവിലുള്ളത് എന്ന് പറയുന്നത് ഇനി വരേണ്ടത് ഒരു രാജ്യസഭാ MP, ലോക്സഭയിൽ നിന്നുള്ള 2 MP അവർ വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ ഒരു വിവരം. പക്ഷേ അത് പരിശോധിക്കണം. ലോക്സഭയിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള ഒരാളായിരിക്കും. ആദ്യം പ്രേമചന്ദ്രൻ ഉണ്ടായിരുന്നു, അതിനുശേഷം ആൻ്റണി വന്നിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആരാ വരുന്നതെന്നുള്ളത് അവിടെ നിന്നുള്ള ഒരു തീരുമാനം. അങ്ങനെ രാജ്യസഭ 2, ലോക്സഭ 1, അങ്ങനെ ആണ് വരുന്നത്. ബാക്കിയുള്ള എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനങ്ങൾക്ക്. ഇതിപ്പോൾ എല്ലാവരും പറയുന്നത് ഇപ്പോൾ കർഷക പ്രതിനിധി, ചെറുകിട കർഷകർ, വ്യവസായികൾ, അങ്ങനെയുള്ള എല്ലാ മേഖലകളിൽ നിന്നുള്ള, അത് തൊഴിലാളി മേഖല, അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളാണ് ഇനി ഇതിലേക്ക് വരേണ്ടത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പ്രോസസ്സിങ് നടന്നതിന് ശേഷം ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിന് എൻ്റെ ആദ്യത്തെ ശ്രദ്ധ എന്ന് പറയുന്നത് ഈ അംഗങ്ങളെ വെക്കുക, എത്രയും പെട്ടെന്ന് റബ്ബർ ബോർഡ് യോഗം ചേർന്നുകൊണ്ട് പല വിധത്തിലുള്ള ഫയലുകളും പെൻഡിങ്ങിലുണ്ട്, അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ മുന്നിലുള്ള ഒരു ലക്ഷ്യം.